ആക്ഷൻ ആക്ഷൻ. ആ അത് ഞാൻ ചെയ്തേക്കാം. ആ കൊച്ചത് പറയണേ. കേട്ടില്ല കേട്ടില്ല. ഹായ് ഹായ്. ചുമ ക്ലൈമറ്റ്. മഞ്ഞ് പോ. തണുക്കുന്നില്ലേ? തല നനയാ. കൊടയെടുക്ക്, പിടിക്ക്, കൊട പിടിക്ക്. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നതാണെങ്കിൽ നമ്മുടെ പള്ളിയിലേക്കാണ് കേട്ടോ. പട്ടുമല പള്ളിയിലേക്കാണ് പോകുന്നത്. ഇന്ന് പട്ടുമല പള്ളി പെരുന്നാളാണ്. അപ്പം പെരുന്നാളിൻ്റെ വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വ്ളോഗ് നിങ്ങൾ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം കേട്ടോ. ബായ് പറഞ്ഞു. ഹലോ പറഞ്ഞു. ഹലോ ഹായ് ഹായ്. കൊടുത്ത ഹലോ. അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡിയായി പൊയ്ക്കൊണ്ടിരിക്കുക. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് മലയാളമാണ് വരുന്നത്. ഹലോ. അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പം തന്നെ ഞങ്ങൾക്ക് ജീപ്പ് കിട്ടി. അപ്പം എനിക്ക് ജീപ്പ് ട്രാവൽ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ വ്ളോഗിലൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ, എനിക്ക് ജീപ്പ് ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇന്ന് ജീപ്പിൽ കയറിയപ്പോൾ തന്നെ നല്ല പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് കോപ്പിറൈറ്റ്സ് ക്ലെയിമൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ പാട്ടൊന്നും ഇടാതിരിക്കുന്നത് കേട്ടോ. പാട്ടെല്ലാം കട്ടാക്കിയത്. പിന്നെ ഞങ്ങളുടെ ജീപ്പിൽ കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരെയും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാനും എൻ്റെ ചേച്ചിയുടെ മോനും കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പാട്ടിനനുസരിച്ച് ഡാൻസ് കളിച്ച് പോകുമായിരുന്നു. എൻ്റെ വൈബിളുള്ള ആളാണ് കേട്ടോ സെബീന്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അവൻ ചെയ്യും, അവൻ എന്തൊക്കെ ചെയ്യുന്നു അത് ഞാനും ചെയ്യും. അങ്ങനെ ഒരു സെയിം വൈബാണ്. അപ്പം എൻ്റെ വൈബിളുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടിച്ച് പൊളിച്ച് പോകും. എൻ്റെ വൈബിളുള്ള ആരെങ്കിലും ഇല്ലെങ്കിലുണ്ടല്ലോ എനിക്ക് അന്നത്തെ ദിവസം മൂഡൗട്ടായിരിക്കും. ചില സമയത്തൊക്കെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാവരും എന്നെ അടുത്ത് ചോദിക്കാറുണ്ട്, അയ്യാ എനിക്ക് ഈ കൊച്ചുവിനെ ഭയങ്കര ജാടയാണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ വൈബിലുള്ള ആൾ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വൈബിലുള്ള ആളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അന്ന് പൊളിയായിരിക്കും. അങ്ങനെ എൻ്റെ വൈബിലുള്ള ആളാണ് എൻ്റെ സെബിൻ കുട്ടൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ ജീപ്പിലുള്ള എല്ലാവരെയും കൂടെ പൊളിയാക്കിയാണ് ഞങ്ങളന്ന് പോയത് കേട്ടോ. അപ്പോൾ പട്ടുമല പള്ളിയിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, ഇന്ന് നമ്മുടെ പള്ളി പെരുന്നാളാണ്, മാതാവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് പള്ളി പെരുന്നാളിന് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീപ്പിലൊക്കെ ഞങ്ങളിങ്ങനെ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഫൺ ചെയ്താണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഞങ്ങൾ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം. നമ്മൾ അടുത്ത് എത്താറായി കേട്ടോ. ഹലോ. അങ്ങനെ നമ്മൾ പട്ടുമല പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ വീഡിയോസൊക്കെ പട്ടുമല പള്ളിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. പിന്നെ ഞങ്ങളിപ്പോൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ പോയിട്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഔട്ട്ഫിറ്റ് ഫുള്ളും കാണിക്കാൻ പറ്റിയില്ല. ഞാൻ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം. എന്നാൽ ശരി, നമ്മൾ പള്ളിയിൽ ചെന്നിട്ട് കാണാം. ഇത് എൻ്റെ മാമനാണ്, എൻ്റെ അമ്മയുടെ ചേട്ടനാണ്. പള്ളി വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പള്ളിയൊക്കെ ചേർത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പള്ളീൻ്റെ അകത്ത് കയറാം. 10:30 10:30 കുർബാന എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 9:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ട് പള്ളിയിൽ. ഇനി ഇതൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പള്ളീൻ്റെ അകത്ത് കയറാവേ. പിന്നെ ഇല്ല, എൻ്റെ വോയിസിന് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വോയിസിൻ്റെ കുറച്ച് പ്രശ്നം കാണും. അത്രയേ ഉള്ളൂ. ഓക്കെ.
ഇതാണെങ്കിൽ ആകാശാണ്, എൻ്റെ മൂത്ത ചേച്ചിയുടെ മൂത്ത പുത്രനാണ്. ഇവന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ അങ്ങനെ വരത്തില്ല, ഇന്ന് ഞാൻ പിടിച്ച് നിർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഔട്ട്ഫിറ്റാണ് കേട്ടോ, ആരും കണ്ടിട്ട് പേടിക്കരുത്. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ആയിപ്പോയി, കാറ്റത്ത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഫ്രീ ഹെയർ വിട്ടാൽ ഉള്ള പ്രശ്നമാണ്, എന്നെപ്പോലെ തന്നെ എൻ്റെ മുടിയും പറഞ്ഞാൽ അനുസരിക്കത്തില്ല കേട്ടോ. തന്റെ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കാൻ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും നിരാശരായി മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കാത്ത ദൈവം ഇതാ ദിവ്യകാരുണ്യമായി ഈ പരിശുദ്ധമായ അൾത്താരയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മളെ ഒരിക്കൽ കൂടി പൂർണ്ണമായും കർത്താവിനെ മുന്നിലേക്ക് സമർപ്പിക്കാം. നമ്മൾ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവ്, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവാണ് കടന്നു വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി ആ കർത്താവെല്ലാം വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. കുടുംബത്തെ ദിവ്യകർത്താവിന് മുന്നിലേക്ക് സമർപ്പിക്കാം. കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു വരുമാന മാർഗങ്ങള്, വിശ്വസ്തങ്ങള്, വ്യാപാര സ്ഥാപനങ്ങള്, നാം ജോലി ചെയ്യുന്ന സ്ഥലം, നമ്മുടെ വാഹനങ്ങള് എല്ലാം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മയുടെ തിരുസന്നിധിയിലേക്ക് കടന്നുവന്ന് പ്രാർത്ഥിച്ച ഓരോ മക്കളും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ അമ്മമാരിയായി ദൈവം ഒരു സമഗ്രമായി നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് വിട്ടുകൊടുക്കാം. രോഗികളായി കഴിയുന്ന മക്കളെ സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ, ക്യാൻസർ രോഗികളെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. തുടരണമേ, തുടരുക വിട്ടാതെ രോഗികളെ അനുഭവിക്കുന്ന മക്കള് അശാസിക ബന്ധനങ്ങള്, തിന്മയുടെ സ്വാധീനങ്ങള്, തിന്മയുടെ തകർച്ചകള് യേശുവിന്റെ നാമത്തില് പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ തന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി മുമ്പിലേക്ക് സ്വരമുയർത്തി കരമുയർത്തി അനുഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്ന കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയെ, ഈ ദൈവത്തിന് അനുഗ്രഹിക്കണമേ, ഒന്ന് ക്ഷമയാൽ നിൽക്കണമേ. പറഞ്ഞിരിക്കുന്ന ഓരോ മക്കളും അനുഗ്രഹിക്കത്തോട് മടങ്ങി പോകുവാൻ അവരുടെ ശക്തി, അവരുടെ കൃപ നൽകണമേ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അഭിഷേകം, സ്വർഗീയ ആനന്ദം, സ്വർഗീയ കൃപ നൽകണമേ. ഈശോയെ പ്രാർത്ഥിക്കണമേ. ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ അനുഗ്രഹിക്കപ്പെട്ടാലേ. ഈശോയെ അമ്മയുടെ തിരുസന്നിധിയിൽ കടന്നിരിക്കുന്ന ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ തിരുനാളിൽ കടന്നു വന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിനുവേണ്ടി സഹായിച്ച ഓരോ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വൈദികർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അയ്യോകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. യേശുവേ നാഥാ, അങ്ങേ ഞാൻ
தேடுறாங்களோ? മാത്രം ചെയ്യുന്ന മേഗീസ് ഡയറി നോക്കിയേ, ഹായ് കാണിച്ചേ. ഒരു ഭവന നിർമ്മാണ പദ്ധതിക്ക് 60 വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു കുറച്ച് ഒച്ചത്തിൽ പറയാമോ? ഒന്നും കേൾക്കുന്നില്ല. ആദ്യം തൊട്ട് ആക്ഷൻ ആക്ഷൻ. അത് ഞാൻ ചെയ്തേക്കാം. ഒച്ചത്തിൽ പറയണേ. കേട്ടില്ല കേട്ടില്ല. ഓക്കെ പറയാം. പറഞ്ഞോടാ. നമ്മളെ KC അയ്യങ്കാരും MC അയ്യങ്കാരും കൂടെ ചേർന്ന് ഒരു ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഒരു 60 വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചിപ്സും ശർക്കര വരട്ടിയും ഉണ്ട്. അതൊന്ന് വാങ്ങിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പേരെന്തുവായിരുന്നു? എൻ്റെ പേര് ജോയൽ തോമസ്. അവന്റെ പേരോ? എൻ്റെ പേര് റൂബൻ. റൂബനാണോ? ഓക്കെ ഓക്കെ ബൈ. வீடியோ போடுறோம் ஒரு வீடியோ வர்றாங்க. ചെബിനെ അതിൽ കണ്ണൊക്കെ ഉണ്ട്, ഇതിൽ ഒന്നുമില്ല കണ്ടോ. കണ്ണില്ല, ഒന്നുമില്ല. ഇത് കൊള്ളത്തില്ല.
സുഖമാണോ? ഇത് പാമ്പനാറാണ്. പാമ്പനാർ സിറ്റിയിൽ മീരാൻസ് ഹോട്ടലിലാണ് ഞങ്ങൾ പൊറോട്ട വാങ്ങിക്കാനായിട്ട് നിൽക്കുക. ഓക്കെ. ഇതാണ് കടയുടെ ഓണറാണോ? പേരെന്ന് പറയാമോ? എനിക്ക് കേട്ടില്ല, പക്ഷെ ഇവർക്ക് കേട്ടോന്ന് അറിയത്തില്ല. ഹേ ഗൈസ്, ഇപ്പം ഞങ്ങളാണെങ്കിൽ ചെരുപ്പ് കടയിൽ നിൽക്കുവാണ്. എൻ്റെ ചേച്ചിക്ക് ചെരുപ്പ് എടുക്കണമായിരുന്നു. അവൾ ചെരുപ്പ് സെലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ ഈ കണ്ണാടി കണ്ടപ്പം ഒരു വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇവരെ പെരിയാറ്റിലേക്ക് വണ്ടി കയറ്റി വിടണം. സെബിന് നാളെ എക്സാം ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കൊടുവാക്കി വരുമായിരിക്കും. 10 ദിവസം ലീവ് കാണുമല്ലോ ഓണത്തിന്, അതിന് തിരിച്ച് കൊടുവാക്കി വരുമായിരിക്കും. ഇപ്പം വണ്ടി ബസ് കയറ്റി വിട്ടിട്ട് പപ്പ പോയി ബസ് കയറ്റി വിടും. അതിന് മുമ്പ് ഞങ്ങൾ ജീപ്പ് കയറി ഇരുന്നിട്ട് ഞങ്ങൾ കൊടുവാക്കി പോകാൻ, ഞാൻ അമ്മയും കൂടെ. പുറകിൽ പപ്പ വരുമായിരിക്കും. ഹേ ഗായ്സ്, അങ്ങനെ പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. പള്ളി പെരുന്നാളൊക്കെ പൊളിയായിരുന്നു കേട്ടോ. പിന്നീട് കുർബാനയുടെ സമയത്ത് മഴ വന്നെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ പള്ളീൻ്റെ അകത്തായിരുന്നു, മഴ വന്നെന്ന് തോന്നുന്നു ആ സമയത്ത്. പിന്നീട് മഴ ഒന്നും ഇല്ലായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ വീഡിയോ ഇടാത്ത, യൂട്യൂബിൽ എന്നാ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ വലിയ നന്ദി. സ്നേഹം കൊണ്ടാണോ ചോദിക്കുന്നത് ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് 8 ദിവസം പള്ളി പെരുന്നാളിന് പോകാൻ പറ്റിയില്ല. ലാസ്റ്റ് 8ാമത്തെ ദിവസത്തിന് മാത്രമേ ഞാൻ പട്ടമല പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പം ഈ ലാസ്റ്റ് ദിവസം തന്നെ നമുക്കൊരു വീഡിയോ ഇടാമെന്ന് ഓർത്തിട്ട് തന്നെയാണ് ഞാൻ ഈ വ്ളോഗ് എടുത്തത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ എല്ലാവരും കാണണം. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കൊടുവായിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ പപ്പ ജീപ്പിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുമ്പിൽ. എന്നാൽ ശരി ഗായ്സ്, ബൈ ബൈ.